മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതർക്കായി വാഗ്ദാനം ചെയ്ത വീടുകൾ നിർമ്മിച്ചു നൽകാനാകാത്തതിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയുമായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഒ.ജെ. ജനീഷ്. സർക്കാർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് വീട് നിർമ്മാണത്തിന് തടസ്സമാവുകയാണെന്ന് ഒ.ജെ. ജനീഷ് പറഞ്ഞു. അതേസമയം ഇതുവരെ വീട് നിർമ്മാണത്തിനായി ഭൂമി ഏറ്റെടുക്കാനായിട്ടില്ലെന്നും ഒ.ജെ. ജനീഷ് തുറന്നു സമ്മതിച്ചു. 1,05,00,000 രൂപ ഞങ്ങളുടെ കൈവശമുണ്ട്. ഞങ്ങൾക്ക് വീട് നിർമ്മാണം തുടങ്ങാൻ സമയം വൈകിയതിൻ്റെ കാരണം പലരും ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ഭൂമികളിൽ പോലും ഞങ്ങൾക്ക് വീട് വെക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടായതുകൊണ്ടാണ് വൈകിയത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, സന്നദ്ധ സംഘടനകൾ വീട് നിർമ്മിച്ചു കൊടുക്കാൻ തയ്യാറാകുമ്പോൾ സന്നദ്ധ സംഘടനകൾക്ക് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിലെ നിയമപരമായ നൂലാമാലകളിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണം. അതിന് പകരം ഞങ്ങളെയൊക്കെ എങ്ങനെയൊക്കെ പ്രയാസപ്പെടുത്താമോ ആ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമി ലഭ്യമായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഭൂമിയുമായി ബന്ധപ്പെട്ട് ചില ധാരണകളൊക്കെ ആയി കഴിഞ്ഞു. മേപ്പാടി പഞ്ചായത്തിൽ തന്നെ 2ഓളം ഭൂമികൾ പാർട്ടി ഏറെക്കുറെ തീരുമാനമായി അതിൻ്റെ നിയമപരമായ കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലതീഷ്, ഇതിപ്പോ ഈ വലിയ ആക്ഷേപം കേട്ട് നിൽക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. നമുക്കറിയാം, ഈ പണം പിരിച്ചു തട്ടിപ്പ് നടത്തി എന്നൊക്കെ ഉള്ള വലിയ ആക്ഷേപം കേൾക്കുന്നു. ഇവര് ഒരു മണ്ഡലത്തിൽ 2 ലക്ഷം രൂപയായിരുന്നല്ലോ ഇവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ 2,80,00,000 രൂപ അവർക്ക് വേണ്ടതായിരുന്നു. അത് കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ 1,05,00,000 മാത്രമേ അക്കൗണ്ടിലുള്ളൂ എന്നാണ് സംസ്ഥാന പ്രസിഡന്റ് തുറന്ന് സമ്മതിക്കുന്നത്. ഇനി ഭൂമിയുടെ പ്രശ്നം, അത് സർക്കാർ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് ഭൂമി ഏറ്റെടുക്കാൻ കഴിയാത്തത് എന്ന വിചിത്രമായ വാദമാണ് ഉന്നയിക്കുന്നത്. അതെന്താണ് ഈ സർക്കാരിന്റെ പേരിൽ ഉന്നയിക്കുന്ന ആക്ഷേപം? ഇവർ മനു, വയനാട്ടിൽ കൂടുതലും ഉള്ളത് തോട്ടഭൂമിയാണ് എന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ തോട്ടഭൂമി ഒഴിവാക്കി മറ്റു ഭൂമി കണ്ടെത്താനുള്ള സമയമൊക്കെ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ഉണ്ടായിരുന്നു. എന്നാൽ ഇതുവരെ അവർക്ക് ഭൂമി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഒ.ജെ. ജനീഷ് സമ്മതിക്കുന്നുണ്ട്. അതിനുള്ള ഒരു ന്യായീകരണമായി അദ്ദേഹം പറയുന്നത്, ഇത്തരത്തിൽ സന്നദ്ധ സംഘടനകൾക്കും മറ്റും ഭൂമി വിട്ടു നൽകാൻ അല്ലെങ്കിൽ ഭൂമിയുടെ നടപടികൾ വേഗത്തിലാക്കാൻ സർക്കാരാണ് സഹായിക്കേണ്ടത്. ആ സർക്കാർ ആ ക്രമങ്ങളല്ല ഉണ്ടാക്കുന്നത്, തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന ഒരു വിചിത്രവാദമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം മനു സൂചിപ്പിച്ചതുപോലെ തന്നെ 1,05,00,000 രൂപ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി വിവിധ ചാലഞ്ചുകളിലൂടെ സമാഹരിച്ചു എന്നും ഒ.ജെ. ജനീഷ് പറയുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് കൂടുതൽ വീടുകൾ പ്രഖ്യാപിച്ചു, 100 വീടുകൾ പ്രഖ്യാപിച്ചു. യൂത്ത് കോൺഗ്രസും വീട് നിർമ്മാണം ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ ഭൂമി ഏറ്റെടുക്കാൻ പോലും വർഷം 1 കഴിഞ്ഞിട്ടും കോൺഗ്രസിനോ യൂത്ത് കോൺഗ്രസിനോ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. അത് തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ടല്ലേ? തീർച്ചയായും അത് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ഒപ്പം അതിനെ പഴിച്ചുകൊണ്ട് അതിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ അതിന് സംസ്ഥാന സർക്കാരാണ് ഒരു തടസ്സം സൃഷ്ടിക്കുന്നത് എന്ന ഒരു വാദം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ക്ഷമിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഈ വിഷയം ഏതെങ്കിലും തരത്തിൽ പുതിയ കമ്മിറ്റി ചർച്ച ചെയ്തോ എന്ന് പറഞ്ഞപ്പോൾ മുൻ സംസ്ഥാന കമ്മിറ്റി തന്നെ തീരുമാനിച്ച കാര്യമാണ്. അത് എന്തായാലും വീട് നിർമ്മിച്ചു നൽകും, കോൺഗ്രസ് ഏറ്റെടുക്കുന്ന ഭൂമിയിലായിരിക്കും യൂത്ത് കോൺഗ്രസിന്റെ ഭവന നിർമ്മാണം നടക്കുക എന്നും കൂടി ജനീഷ് വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ ഒരു കാര്യമുണ്ട് ലതീഷ്, ഇവർ പറഞ്ഞത് എന്തായിരുന്നു? മുൻ അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ പറഞ്ഞത് എന്തായിരുന്നു? ഒരു മണ്ഡലത്തിൽ 2.5 ലക്ഷം രൂപയാണ് ടാർഗറ്റ് കൊടുത്തിരിക്കുന്നത്. സംസ്ഥാനത്ത് 140 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അത് പ്രകാരമാണെങ്കിൽ ഏകദേശം 2,80,00,000 രൂപ അവരുടെ കൈകളിൽ വേണ്ടതാണ്. നമ്മുടെ അറിവിൽ ഈ തുക പിരിച്ചു നൽകാത്തതിന്റെ പേരിൽ 11 കമ്മിറ്റികൾക്കെതിരെ നടപടിയെടുത്തതായി നമുക്കറിയാം. ശരി, പോട്ടെ. ബാക്കി 129 മണ്ഡലങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ 2,58,00,000 രൂപ അക്കൗണ്ടിൽ വേണ്ടതാണ്. അതില്ല, 1,05,00,000 മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ബാക്കി തുകയെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? ബാക്കി തുക സംബന്ധിച്ചൊന്നും അവർ വ്യക്തമായ മറുപടി ഒന്നും നൽകുന്നില്ല. ഇതിൽ അവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, യൂത്ത് കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ റെസിപ്റ്റ് അടിച്ച് ഫണ്ട് പിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. വിവിധ ചലഞ്ചുകളിലൂടെയാണ് പണസമാഹരണം നടത്താൻ തീരുമാനിച്ചത്. അതിൽ ലഭിച്ച തുക എന്ന് പറയുന്നത് ഇവർ റെസിപ്റ്റ് അടിച്ച് ഫണ്ട് പിരിക്കുന്നതോ റെസിപ്റ്റ് അടിക്കാതെ പിരിക്കുന്നതോ ഒന്നും ഒരു വിഷയമേ അല്ല. അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 2.5 ലക്ഷമായിരുന്നു ഒരു മണ്ഡലത്തിൽ, അല്ലെങ്കിൽ 2 ലക്ഷമായിരുന്നു ഒരു മണ്ഡലത്തിൽ. അത് കിട്ടാത്തതിന്റെ പേരിൽ 11 കമ്മിറ്റികൾക്കെതിരെ നടപടിയെടുത്തത് നമുക്കറിയാം. 11 മണ്ഡലം കമ്മിറ്റികൾക്കെതിരെ. ബാക്കി 129 എണ്ണം ഉണ്ട്. അവർ പിരിച്ചു കൊടുത്തത് കൊണ്ടായിരിക്കുമല്ലോ അവർക്കെതിരെ നടപടിയെടുക്കാത്തത്. അങ്ങനെയാണെങ്കിൽ 2,58,00,000 ഇവരുടെ അക്കൗണ്ടിൽ വേണം. ഇനി 1,05,00,000 ഉള്ളൂ. യൂത്ത് കോൺഗ്രസ് പോലൊരു സംഘടന പിരിക്കാൻ ഇറങ്ങിയാൽ അല്ലെങ്കിൽ ഒരു ചലഞ്ച് നടത്തിയാൽ പോലും ഈ നാട്ടിൽ ഇത്രയും പൈസയാണോ ആകെ കിട്ടുകയുള്ളൂ? ആ സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുകയല്ലേ? അത്തരം സംശയങ്ങൾ ബാക്കിയാകുന്നുണ്ട്. ഇവർ പറയുന്നു തങ്ങളുടെ കൈവശം 1,05,00,000 രൂപ ഉണ്ട് എന്ന് പറയുമ്പോഴും ഫണ്ട് തിരിമറി അടക്കമുള്ള ആരോപണങ്ങളിൽ മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള നേതാക്കൾ വലിയ തോതിൽ പല സ്ഥലങ്ങളിൽ നിന്നും പല കമ്മിറ്റികളിൽ നിന്നും വിമർശനം ഏറ്റുവാങ്ങേണ്ട സാഹചര്യം കൂടി നിലവിലുണ്ട്. ശരി.
ഏതായാലും ഇപ്പോൾ പുതിയ സംസ്ഥാന അധ്യക്ഷൻ ഏതായാലും സർക്കാരിനെ വിമർശിക്കുകയാണ്. അതായത് സർക്കാർ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് ഭൂമി ഏറ്റെടുക്കാൻ കഴിയാത്തതെന്ന വിചിത്രമായ വാദമാണ്, തെറ്റിദ്ധരിപ്പിക്കുന്ന വാദമാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്.